മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഭൂമി പഞ്ചായത്ത് ഡീനോട്ടിഫൈ ചെയ്യണമെന്ന കായിക മന്ത്രിയുടെ ആവശ്യത്തിൽ മുഖം തിരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോടതിയിലിരിക്കുന്ന കേസിൽ പ്രതികരിക്കാനില്ലെന്നും വിശദീകരണം. (2026-27) അധ്യയന വർഷത്തെ തൃശൂർ ജില്ലാതല പ്രവേശനോത്സവത്തിന് മാള ഒരുങ്ങുന്നു. ജൂൺ 1 മാള SCG ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിൽ നടക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടക്കമാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും ഘട്ടഘട്ടമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പ്രതികരിച്ചതോടെ മാളയുടെ കായിക സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ ആവശ്യത്തിൽ മുഖം തിരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോടതിയിലിരിക്കുന്ന കേസിൽ പ്രതികരിക്കാനില്ലെന്നും വിശദീകരണം. ഉടമസ്ഥാവകാശം പഞ്ചായത്തിന്റെ കൈവശം നിർത്തി എന്നിട്ട് ആർക്കിയോളജിയുടെ പ്രൊട്ടക്റ്റഡ് ലാൻഡിലേക്ക് നോട്ടിഫൈ ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളായിട്ട് പോയി കണ്ടെത്തി വന്നതല്ല, മനസ്സിലായി ഇത് ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് മാറ്റാൻ എന്താ മാർഗം? മാറ്റാനൊരു മാർഗമുള്ളത് ഡീനോട്ടിഫൈ ചെയ്യണം. ഡീനോട്ടിഫൈ ചെയ്ത് അത്ര എളുപ്പമാണ്, അത് ഒരുപാട് നിയമക്കുറിപ്പിലേക്ക്. പിന്നെ ചെയ്യാൻ സാധിക്കുക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ സാഹചര്യത്തിൽ എഴുതി കൊടുത്ത ഈ പറയുന്ന നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് അതിൻ്റെ പഴയ ഉപയോഗിക്കപ്പെട്ട ഭാഗങ്ങളെ സംബന്ധിച്ചും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം പാസ്സാക്കി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കി. മാളയുടെ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര കാത്തിരിക്കണം? പഞ്ചായത്ത് വിട്ട് സ്റ്റേഡിയം നൽകിയ ഭൂമി ഡീനോട്ടിഫൈ ചെയ്താൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കായിക മന്ത്രിയുടെ ഉറപ്പ്. പ്രസ്തുത ഭൂമി പുരാവസ്തു വകുപ്പിൽ ഉൾപ്പെടുന്നത് ആ വകുപ്പ് കൂടി കൈയാളുന്ന മന്ത്രിക്ക് വെല്ലുവിളിയല്ല. വകുപ്പിന്റെ കീഴിലുള്ള 4 ഏക്കർ സ്ഥലത്തെ 3 ഏക്കറിലാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശേഷിക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് ജൂതന്മാരുടെ കല്ലറകളാണ് ഉൾപ്പെട്ടിരുന്നത്. ഈ ഭാഗത്ത് സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരുന്നത്. ജൂത സമൂഹം മാള പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത്. 2005 പഞ്ചായത്ത് ജവഹർലാൽ നെഹ്റു മിനി സ്റ്റേഡിയം ഒരുക്കിയത്. പിന്നീട് 2011 അന്നത്തെ MLA AK ചന്ദ്രന്റെ ആവശ്യപ്രകാരം ധനമന്ത്രി തോമസ് ഐസക് 1 കോടി രൂപ അനുവദിക്കുകയും സ്റ്റേഡിയത്തിന് കെ കരുണാകരൻ സ്റ്റേഡിയം എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പിന്നീട് കൊടുങ്ങല്ലൂർ MLA ആയ TN പ്രതാപൻ അന്തർദേശീയ നിലവാരത്തിലുള്ള ഗ്രാമീണ സ്റ്റേഡിയം എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കൗൺസിൽ 8.50 കോടി രൂപയുടെ വികസന പദ്ധതി തയ്യാറാക്കി. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ സ്റ്റേഡിയവും ശൗചാലയ ബ്ലോക്കും നിർമ്മിച്ചു. കൂടാതെ 35 ലക്ഷം രൂപ ചെലവഴിച്ച് 7 ട്രാക്കിന്റെ അടിസ്ഥാന ഘട്ടമായ മെറ്റലിംഗ് ജോലികളും പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് പുരാവസ്തു പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഭരണതല തടസ്സങ്ങളും കാരണം പദ്ധതി മുടങ്ങി. ഇന്ന് കാടുകയറി കിടക്കുന്ന സ്റ്റേഡിയം വീണ്ടും കായിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പറഞ്ഞിരുന്നു. മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോടതിയുടെ കീഴിൽ ഇരിക്കുന്ന നിയമ പോരാട്ടം നടക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇല്ലെന്നാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ മീഡിയ ടൈമിനോട് പ്രതികരിച്ചത്. നിലവിലെ പുരാവസ്തുവിൻ്റെയും അതുപോലെ പുരാവസ്തുവിൻ്റെ സംരക്ഷിത ഇതിൽ ഉൾപ്പെടുന്ന ഒരു ഇതാണ് ഈ സിംസ്തേരി. കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദ ശ്മശാനവുമായി ബന്ധപ്പെട്ട് കോടതി വിധികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളും ഉണ്ടായിട്ടുള്ള വിഷയമാണത്. അപ്പോൾ ഇതിന്മേൽ നിലവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ യാതൊരു കാരണവശാലും അഭിപ്രായം പറയാനായിട്ട്
ഇപ്പം അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. പ്രസിഡന്റിന്റെ പ്രതികരണം രാഷ്ട്രീയ ഒഴിഞ്ഞുമാറലായി വ്യാഖ്യാനിക്കാം. അങ്ങനെ വന്നാൽ സ്റ്റേഡിയം സ്വപ്നം വീണ്ടും നീളും. ഇതിനൊപ്പം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലുള്ള മാള സിനഗോഗിന്റെ പുനരുദ്ധാരണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. പൈതൃക സംരക്ഷണത്തിന്റെ പേരിൽ നീണ്ടുപോകുന്ന നടപടികൾക്ക് വേഗം കൂട്ടാൻ ഭരണതല ഇടപെടൽ ആവശ്യമാണെന്ന ആവശ്യവും ശക്തമാണ്. കായികം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകൾ ഒരേ മന്ത്രിയുടെ കീഴിലെത്തിയ സാഹചര്യത്തിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന സ്റ്റേഡിയത്തിനും സിനഗോഗിനും ഇനി പുതിയ ജീവൻ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. OJ ജനീഷിൽ മാളയുടെ പ്രതീക്ഷകളും വളരുകയാണ്. മീഡിയ ടൈം, മാള. മാള സ്റ്റേഡിയത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോഷി കാഞ്ഞുത്തറയും TK ജിനേഷും മീഡിയ ടൈമിനോട് പറഞ്ഞു. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി ശുചീകരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നതായും അവർ പറഞ്ഞു. ഇവിടെ നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേക്കരനാർ സ്റ്റേഡിയത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുവന്നിരുന്നത്. പല ആളുകളും ഒരു കാരണവശാലും അത് തുറക്കാൻ സമ്മതിക്കില്ല, എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം, ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സ്റ്റേഡിയം തുറന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 17/1/2026 കൂടിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇത് അജണ്ടയായിട്ട് വയ്ക്കുകയും അജണ്ട പ്രകാരം 19/1/2026 മെയിൻ കമ്മിറ്റിയിൽ വെച്ച് അത് തീരുമാനമാകുകയും ചെയ്തു. ആ തീരുമാനം ഞാൻ ഒന്ന് വായിക്കുകയാണ്. അജണ്ട 8 ഇൻഡോർ സ്റ്റേഡിയം വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം 21 അംഗ ഭരണസമിതിയിൽ 12 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭൂരിപക്ഷം 12 പേര്, അന്നത്തെ 21 അംഗത്തിൽ 12 പേരും നാളെയുടെ വികസനത്തിനെക്കുറിച്ച് കാഴ്ചപ്പാടോടുകൂടി തന്നെ അന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാനാണ് ഈ അവസരത്തിൽ നമ്മളിങ്ങനൊരു പ്രതികരണവുമായി വന്നത്. മറ്റൊരു കാര്യം, മുസ്ലിസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭാഗം 1.5 ഏക്കർ, നമുക്കറിയാം 2014 1,61,00,000 രൂപ കേരള ടൂറിസം വകുപ്പിൽ നിന്ന് പാസ്സായി. അന്നത്തെ ടൂറിസം മന്ത്രി അനിൽകുമാറായിരുന്നു. അദ്ദേഹം അതിനുള്ള എല്ലാ സാമ്പത്തികം പാസ്സാക്കുക മാത്രമല്ല ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്താണ് ചില ആളുകൾ കോടതിയിൽ പോയി ആ പ്രദേശം 1.5 ഏക്കർ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം തടഞ്ഞു വെച്ചത്. അതിനുശേഷം മുസ്രീസ് ഏറ്റെടുത്തു. പക്ഷേ മുസ്രീസ് ഏറ്റെടുത്തെങ്കിലും മുസ്രീസ് ഇത്രയും വർഷമായിട്ടും അതിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചില്ല. അതോടൊപ്പം തന്നെ നമ്മൾ യഹൂദ പള്ളി പണം ഉപയോഗിച്ച് ചെലവഴിക്കുകയും, പക്ഷേ ആ പണം ഒരു കാരണവശാലും നമുക്ക് ഗുണകരമായില്ല. അത് കഴിഞ്ഞ മഴക്കാലത്ത് അത് ഇടിഞ്ഞു താഴേക്ക് വീഴുകയും യഹൂദപ്പള്ളി ഇന്ന് ആർക്കും തുറന്നു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തണം. അതിനെല്ലാം മാറ്റം വരുത്തുന്നതിന് മുസ്രീസിനെ പള്ളിയും സ്റ്റേഡിയമാക്കിയും ബാക്കിയുള്ള സ്ഥലം ഹെറിറ്റേജ് പാർക്കാക്കിയും, അവർ പറഞ്ഞ പോലെ ഹെറിറ്റേജ് പാർക്കാക്കിയും, അതോടൊപ്പം യഹൂദപ്പള്ളി വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ കമ്പിവേലിയിട്ട് ചുറ്റും വയ്ക്കലല്ല, നല്ല മാളയ്ക്ക് അന്തസ്സുള്ള രീതിയിലേക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തി വളരെ ഭംഗിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനിയുള്ള നാളുകളിൽ കാഴ്ചവെക്കാനാണ് മന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുസ്രീസിൻ്റെയും പുരാവസ്തു വകുപ്പിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും മീറ്റിംഗ് മാള പഞ്ചായത്തിൽ വെച്ച് കൂടാൻ ഒരു ദിവസം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് അന്ന് കൂടുന്ന തീരുമാനത്തിൽ നമ്മളെടുത്ത തീരുമാനം അവരെ അറിയിക്കുകയും ഈ അറിവ് പ്രകാരം നമുക്ക് ശുഭകരമായ മാളയ്ക്ക് വളരെ സന്തോഷകരമായ മാളയിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന മാതിരിയുള്ളൊരു വികസനം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.
2026-27 അധ്യയന വർഷത്തെ തൃശൂർ ജില്ലാതല പ്രവേശനോത്സവത്തിന് മാള ഒരുങ്ങുന്നു. ജൂൺ 1 മാള SCG ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിൽ നടക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 2026-27 അധ്യയന വർഷത്തെ തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം മാള SCG ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിൽ ജൂൺ 1 രാവിലെ 10 മണിക്ക് നടക്കും. സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026-27 വർഷത്തെ ജില്ലാ പ്രവേശനോത്സവം സൊക്കോർസോ CGHS മാളയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷപൂർവ്വം നോക്കിക്കാണുന്നു. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഈ മാളയുടെ തന്നെ ഈ മാള വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഉപജില്ലയിലെ ഏറ്റവും നല്ല ഒരു വിദ്യാലയമായി തീരുവാനായിട്ട് ഒരു വെറും എയ്ഡഡ് സ്ഥാപനമായിട്ടുള്ള സൊക്കോർസോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ്. ഇവിടെ വെച്ച് നടക്കുന്ന ഈ പരിപാടി ഈ മാളയുടെ തന്നെ ഒരു മാനസപുത്രനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഓമൽ പുത്രനായിട്ടുള്ള യുവജനക്ഷേമ മന്ത്രിയും കായിക മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട OJ ജനീഷ് മന്ത്രിയാൽ നടത്തപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഒപ്പം തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീമതി മേരി തോമസ്, പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുപോലെ വിശിഷ്ട അതിഥിയായിട്ട് ഈ യോഗത്തിൽ പങ്കുചേരുന്നത് ശ്രീ ബെന്നി ബെഹനാൻ MP ചാലക്കുടിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന വിവിധ കലാസാംസ്കാരിക പരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നവോന്മേഷം പകരുന്ന പരിപാടികളായാണ് ജില്ലാതല പ്രവേശനോത്സവം നടക്കുക. ജൂൺ 1 തീയതി രാവിലെ 10 മണിക്കാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. വിപുലമായ ഒരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 പഞ്ചായത്തുകൾ, മാളം ബ്ലോക്കിൻ്റെ പരിധിയിലുള്ള 5 പഞ്ചായത്ത് ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഹൈസ്കൂൾ ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനുള്ളത് ജില്ലാ പഞ്ചായത്തിനാണ്. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ അധ്യക്ഷത വഹിക്കുന്നു. അതിൽ വൈസ് പ്രസിഡന്റും അതിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെയാണ് അതിൽ പ്രധാനമായ പങ്കുവഹിക്കുന്ന ആളുകൾ. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK ജിനേഷ്, BPC ഡോക്ടർ P ലിജു, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ, കൺവീനർ KE അജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു. മീഡിയ ടൈം, മാള. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷാ ബോധം വളർത്താൻ പ്രത്യേക പദ്ധതിയുമായി കേരള പോലീസ്. സൈബർ ഡോം നടപ്പാക്കുന്ന കിഡ് ഗ്ലൗ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവ ദിനത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലും. നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. സൈബർ ഭീഷണികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ ശീലങ്ങൾ വളർത്തുന്നതിനുമായി കേരള പോലീസിന്റെ സൈബർ ഡോം നടപ്പാക്കുന്ന കിഡ് ഗ്ലൗ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞ സംഘടിപ്പിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ജൂൺ 2 കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 15,402 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് പ്രതിജ്ഞ ചൊല്ലുക. സൈബർ പ്രതിജ്ഞയിലൂടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഡിജിറ്റൽ ജീവിതം നയിക്കുമെന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുക്കും. സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനും ഓൺലൈൻ ലോകത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗവും ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പെരുമാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംസ്ഥാനതല പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തുടർഘട്ടമായി സംസ്ഥാനത്തെ CBSE, ICSE സ്കൂളുകളിലേക്കും കിഡ് ഗ്ലൗ പദ്ധതിയും സൈബർ പ്രതിജ്ഞാ പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. UDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടക്കമാണെന്ന് യുവജന ക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്.
സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കൊടുങ്ങല്ലൂരിൽ നടന്ന നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായി വയോജന വകുപ്പ് രൂപീകരിച്ച് ഉത്തരവിറക്കിയത് ഒരു തുടക്കം മാത്രമാണെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പറഞ്ഞു. സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും നടപ്പാക്കാൻ പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പരിപാടികൾ കുറച്ച് മാറ്റിവെച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ മുൻ MP, ചാലക്കുടി പാർലമെൻറ്റിൻ്റെ, നമ്മുടെ കൊടുങ്ങല്ലൂരെല്ലാം കൂടി ഉൾപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുൻ MP കൂടിയായിരുന്ന ശ്രീ KP ധനപാലൻ ഇന്ന് രാവിലെ ആകസ്മികമായി നമ്മളോട് ഇവിടെ പറയുകയുണ്ടായി. ഞാൻ 2 ദിവസം മുമ്പാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നാളെയാണ് അതിൻ്റെ ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞ് വിളിച്ചത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ KSEBയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉസ്മാൻകയുടെ പരിപാടിക്കാണ് ജോണിച്ചാണ് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പങ്കെടുത്തത്. അപ്പോൾ അന്ന് കുറേ നേരം സംസാരിച്ചു. പഴയ കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് പരാജയപ്പെടുന്നത്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ അനുഭവങ്ങളും അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളും പിന്നെ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിലുള്ള സന്തോഷമൊക്കെ പറഞ്ഞ് കുറേയേറെ സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ MP ആയിരുന്ന സമയത്താണ് ഞാനിവിടെ KSUവിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ ഭാരവാഹിയൊക്കെയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ. സംസ്ഥാന തലത്തിലെ പൊതുവിഷയങ്ങൾക്കൊപ്പം കൊടുങ്ങല്ലൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകുമെന്നും അതിനായി കൂടുതൽ സമയം കണ്ടെത്തി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സംഘടിപ്പിച്ച നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഘം പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR ജൈത്രൻ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM സായൂജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, സെക്രട്ടറി വീണ റോമു, വൈസ് പ്രസിഡന്റ് PN മോഹനൻ, പുല്ലൂറ്റ് ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും സഹകരണ മേഖലാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായ കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ദീർഘകാല ആവശ്യം വീണ്ടും ശക്തമാകുന്നു. LDF സർക്കാരിൻ്റെ നയസമീപനമാണ് റോഡ് ഏറ്റെടുക്കാൻ വൈകാൻ കാരണമായതെന്ന് ആരോപിച്ച് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് രംഗത്തെത്തി. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും നിവേദനം നൽകിയതായും യോഗം അറിയിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ഗതാഗത പാതയായ കുറ്റിച്ചിറ ചായപ്പൻകുഴി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യം അംഗീകരിക്കാത്തത് LDF സർക്കാരിൻ്റെ തെറ്റായ നയസമീപനമാണെന്ന് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാൻ സന്നദ്ധത അറിയിച്ച് 1.5 വർഷം മുൻപ് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനും നിവേദനം നൽകിയതായും യോഗം അറിയിച്ചു. ഇതിനിടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടി വിജയിച്ച 8 വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ക്യാഷ് പ്രൈസ് നൽകി ആദരിച്ചു. ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വർഗീസ് പൊറായി അധ്യക്ഷത വഹിച്ചു. ഓമന ജോസ്, ബെന്നി നബേലിൽ, സുസിലി ജോർജ്, TT ബേബി, ജുവന ജോബി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ആൽഫ പാലിയേറ്റീവ് സെന്ററിൻ്റെയും VPSലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരൾ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആൽഫ സെന്ററിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ ഉദ്ഘാടനം ചെയ്തു. നേത്ര ചികിത്സാ ക്യാമ്പുകൾ, അതുപോലെ മറ്റു ഗർഭാശയ രോഗങ്ങൾക്കുള്ള ക്യാമ്പുകൾ, അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇന്ന് കരൾ രോഗ നിവാരണ പരിശോധന ക്യാമ്പ് എന്നുള്ളത്. എന്നെ അഷ്റഫ് വിളിച്ചപ്പോൾ തന്നെ ഈ ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും നാളും ഇങ്ങനെ ഒരു ക്യാമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണോ അതാണ് ആൽഫ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. ഇന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ എന്നുള്ള വാക്ക് ജനങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. അതിൻ്റെ കാരണം തന്നെ എന്താണ്? ആൽഫ പാലിയേറ്റീവ് കെയർ അത്രയധികം ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ന് വിഷമിക്കുന്ന
അത് കിടപ്പ് രോഗികൾക്ക് ഒരു സ്വാന്തന സ്പർശമായിക്കൊണ്ടാണ് ആൽഫ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഹോം കെയർ നടത്തുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മെഡിസിൻ നൽകുന്നു. എന്താ പറയുക, ഒരു വലിയ കൈത്താങ്ങാണ്. സെന്റർ പ്രസിഡന്റ് എ അഷറഫ് അധ്യക്ഷത വഹിച്ചു. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കോംപ്രഹെൻസീവ് ലിവർ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ഫദൽ എച്ച് വീരാൻകുട്ടി, ഡോക്ടർ വിഷ്ണു ഗിരീഷ്, ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് ഷാജഹാൻ എന്നിവരുടെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുളം, സെന്റർ ഭാരവാഹിയായ ലിസി ജോണി, ഹർഷാദ് പുളിക്കൽ, ഷീല ജോസ്, നിസ അഷറഫ്, സന്തോഷ് ആത്തപ്പള്ളി, കെ ഉണ്ണികൃഷ്ണൻ, CK ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാൽ ഇന്ത്യയുടെ 43ാം വാർഷികാഘോഷം അവിറാം 2026 സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബ്ലാക്ക് ബെൽറ്റ്, കളർ ബെൽറ്റ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കുടുംബ കൂട്ടായ്മ എന്നിവ നടത്തി. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷനായി. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട്, വേൾഡ് വൈഡ് മാർഷ്യൽ ആർട്സ് അസോസിയേഷൻ ട്രഷറർ അനന്യ സന്തോഷ്, ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് റഫറി CP ഗോപകുമാർ, നാഷണൽ റഫറി V അജയ്കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു വന്നിരുന്ന വായനക്കളരി ബാലവേദി ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി രതീഷ രാധാകൃഷ്ണൻ, AV സതീഷ്, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TN അജയ്കുമാർ, KA കൊച്ചുമോൻ, MM പ്രതാപൻ, AV പ്രദീപലാൽ, KS അഭയ, TR മഞ്ജുഷ, സുനിത ബിജോയ്, ആര്യനന്ദ, ഹേന രമേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മികവഴക് പുരസ്കാരം നേടിയ KB സന്ധ്യയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള K കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഭൂമി പഞ്ചായത്ത് ഡീനോട്ടിഫൈ ചെയ്യണമെന്ന കായിക മന്ത്രിയുടെ ആവശ്യത്തിൽ മുഖം തിരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോടതിയിലിരിക്കുന്ന കേസിൽ പ്രതികരിക്കാനില്ലെന്നും വിശദീകരണം. 2026-27 അധ്യയന വർഷത്തെ തൃശൂർ ജില്ലാതല പ്രവേശനോത്സവത്തിന് മാള ഒരുങ്ങുന്നു. ജൂൺ 1 മാള SCG ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിൽ നടക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടക്കമാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും ഘട്ടഘട്ടമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.